അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയ വിശുദ്ധമാക്കപ്പെട്ട റമദാനിന്റെ മഗ്ഫിറത്തിന്റെ പത്തിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകമായി സ്മരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവിടുന്ന് ഒരുപാട് അക്രമകരമായ തോന്നിയവാസ പ്രവർത്തനങ്ങളോടെ ജീവിച്ചിരുന്നതാകുന്ന ഒരാളായിരുന്നു. താൻ ജീവിച്ചുകൊണ്ടിരുന്നതാകുന്ന സമൂഹത്തില് ഒരു കാശിനും വിലയില്ലാതെ മറ്റുള്ളവർ അവഗണിച്ച് തള്ളിക്കളഞ്ഞ ആ ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രതീകമായി മാറുകയും വലിയ സൂഫിയായി മാറുകയും ചെയ്ത ചരിത്രം നമുക്ക് വായിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ മഗ്ഫിറത്തിന്റെ പത്തില് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു അടിമ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കും. ഈ ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവര് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളുമായി ജീവിച്ചവരായിരുന്നു. തൻ്റെ നാട്ടില് ചെയ്യാത്ത അനീതികളും തെറ്റുകുറ്റങ്ങളുമില്ല. മദ്യവും ലഹരിയും അതുപോലെ തന്നെ സ്ത്രീലംബടനും സ്ത്രീകളോടുള്ള അക്രമ പ്രവർത്തനങ്ങളുമായി ജീവിച്ചിരുന്ന ഈ ഫുളൈൽ എന്നവര് തൻ്റെ എല്ലാ തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മോഷണക്കാരനാണ്. കച്ചവടക്കാർക്കും അവിടെ ജീവിച്ചിരിക്കുന്നവരുടെ സ്വസ്ഥത കെടുത്തുന്ന രൂപത്തില് അക്രമ പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്ന ഫുളൈൽ എന്നവര് ഒരിക്കലും ഫുളൈൽ മോഷണത്തിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ട് പാതിരാവിന്റെ നിശബ്ദതകളില് ഒരു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ബാക്ക് ഭാഗത്ത് മാറി നിൽക്കുന്ന സമയമാണ്. അന്ന് ആ സമൂഹത്തിലെ കച്ചവട ചരക്കുകാർ അവരുടെ ചരക്കുമായിട്ട് ചരക്കും കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് അവരുടെ ലീഡറാകുന്ന അവരുടെ അമീർ അവിടെ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും നമ്മൾ യാത്ര തുടരുന്നത്, മുന്നോട്ട് പോകുന്നത് പ്രശ്നമാണ്. നമ്മുടെ യാത്രാ ചരക്കുകള്, നാണയങ്ങള്, നമ്മുടെ മുതലുകളൊക്കെ അപഹരിക്കപ്പെടാൻ ഫുളൈൽ ഇവിടെ എവിടെയെങ്കിലും കാത്തിരിപ്പുണ്ടാകും. രാത്രിയുടെ നിശബ്ദതകളില് ഒരു വിഭാഗം ചെറുപ്പക്കാരുടെ കച്ചവട സംഘത്തിന്റെ ആകുലതയും അവരുടെ ആശങ്കയും അവർ പങ്കിടുകയാണ്. യാത്രയുടെ തലവനാണ് പറയുന്നത്. ഫുളൈലിനെ പേടിച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഫുളൈലോ ഇവര് ചർച്ച ചെയ്യുന്നതിന്റെ പിന്നില് പൊളിഞ്ഞ കെട്ടിടത്തിന്റെ പിൻഭാഗത്ത് നിൽപ്പുണ്ട്. ഈ വാർത്തകൾ കേൾക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ സമയത്തിന് ചെറിയ ഒരു മാനസാന്തരം ഫുളൈലിന് വരുന്നുണ്ട്. ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ എന്നെ പേടിച്ചുകൊണ്ട് അവരുടെ ജീവിതോപാധി മാർഗങ്ങൾ മുടങ്ങുന്നല്ലോ, അവരെന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നല്ലോ എന്ന് ഫുളൈലിന്റെ ഹൃദയത്തില് ഒരു തട്ടുണ്ടാകുന്നുണ്ട്. അവർ ചർച്ച ചെയ്തിട്ട് അവസാനം ആ കച്ചവടച്ചരക്ക് അവരവിടെ നിർത്തിയിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. ഇനിയുള്ള യാത്ര അപകടകരമാണെന്ന് അവർ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഈ ഫുളൈൽ എന്നവര് അടുത്ത ഒരു തെറ്റിന് വേണ്ടി നടന്നു നീങ്ങുകയാണ്. താൻ പ്രേമിക്കുന്ന തൻ്റെ കാമുകിയുടെ വീട് ചാടിക്കിടക്കാനാണ് അടുത്ത ഫുളൈലിന്റെ ശ്രമം. മോഷണവും അതുപോലെ തന്നെ പെണ്ണുപിടിയും തുടങ്ങിയുള്ള എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളുമായി ജീവിച്ചവരാണ് ഫുളൈൽ. തൻ്റെ കാമുകിയുടെ മതില് ചാടിക്കിടക്കുന്ന സമയത്ത് തെറ്റ് ചെയ്യാൻ വേണ്ടി അവിഹിതമാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് ബന്ധപ്പെടാൻ വേണ്ടി പോകുന്ന ഫുളൈൽ, ആ സമയത്താണ് ഫുളൈലിന്റെ കാതുകളിലേക്ക്, പ്രിയമുള്ള വിശ്വാസികളെ, ഒരു ഖുർആനിന്റെ ആയത്ത് തിരതല്ലി അടിക്കുന്നത്, ഹൃദയത്തിലേക്ക് ആഞ്ഞു പതിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് വിശ്വാസികൾക്ക് മാറി നിൽക്കാൻ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സമയമായില്ലേ, പടച്ചവനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കാനുള്ള സമയമായില്ലേ എന്ന മനോഹരമാകുന്ന വചനം, ആ ഖുർആനിക വചനം ഫുളൈലിന്റെ കാതുകളിലേക്ക് പതിക്കുകയാണ്. ഇത് കേട്ട ഫുളൈൽ ഇബ്നു ഇയാദ് മാറി ചിന്തിക്കുകയാണ്. റബ്ബേ, അതേ സമയമായി, അതേ മാറാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. ഫുളൈലിനെ മാറി ചിന്തിപ്പിച്ച ആയത്ത്, പ്രിയമുള്ളവരെ, മഗ്ഫിറത്തിന്റെ പത്തില് നമ്മളെയും മാറി ചിന്തിക്കാൻ ഉതകുന്നതാകട്ടെ. അങ്ങനെ ഫുളൈൽ ഇബ്നു ഇയാദ് തന്റെ എല്ലാ തരത്തിലുള്ള മോശ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പടച്ചറപ്പിന് സുജൂദ് ചെയ്ത് അള്ളാഹുവിനെ ആരാധനാ നിമഗ്നനായി ജീവിച്ചപ്പോൾ വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചു. ചരിത്രകാരന്മാര്, അന്ന് ജീവിച്ചിരുന്നവര് ഈ ഫുളൈൽ ഇബ്നു ഇയാദിനെ വലിയ സൂഫി ധാരകളുടെ നേതാവായിട്ട് ചരിത്രങ്ങൾ അടയാളപ്പെടുത്തുന്നത് ജീവിതത്തിൽ മാറ്റത്തിരുത്തലുകൾക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ്. മഗ്ഫിറത്തിന്റെ പത്ത്, പ്രിയമുള്ളവരെ, നമുക്ക് റബ്ബിനോട് പാപമോചനം തേടാൻ, മാറാനുള്ള സമയമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.